എല്ലാ കസ്റ്റമേഴ്സും നിങ്ങളുടേതല്ല. ഒരുപക്ഷെ നമ്മളൊരു സെയിൽസ് മീറ്റിങ്ങിന് ചെന്ന് ക്ലോസിങ്ങിലേക്കൊക്കെ എത്തുന്നൊരു ഘട്ടത്തിലായിരിക്കും ആ കസ്റ്റമർ പിന്നെയും പിന്നെയും പറയുന്നത് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് അവിടുന്ന് വിട്ടുപോരേണ്ടി വരും. ഒരുപക്ഷെ അയാൾ നമ്മളെ കസ്റ്റമർ ആയിക്കൊള്ളുന്നില്ല, നമുക്ക് വേണ്ട പേയ്മെൻറ്റ് കപ്പാസിറ്റി അയാളുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സെയിൽസ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യരുത്. അയാൾ നമ്മുടെ കസ്റ്റമർ അല്ല. ജീവിതം അങ്ങനെ തന്നെയാണ്. എല്ലാവരും എല്ലാ കാലവും ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ചില സ്റ്റേജിലെത്തുമ്പോൾ ചിലരങ്ങ് നമ്മളങ്ങ് ഒഴിവാക്കി പോകും. ചില സ്റ്റേജിലെത്തുമ്പോൾ ചിലരെ നമുക്ക് തന്നെ അങ്ങ് മാറ്റി പറിച്ചിടേണ്ടി വരും. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുക, നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുക, നമ്മുടെ കഴിവുകളുടെ പരിമിതിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക തുടങ്ങിയ രീതിയിൽ ആരെങ്കിലും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും വിട്ടിട്ട് പോകണം. കാരണം എല്ലാ വിടപറച്ചിലുകളല്ല, പക്ഷെ ചില വിടപറച്ചിലുകളെങ്കിലും പുതിയ വിജയത്തിലേക്ക്, പുതിയ ചരിത്രത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് മറക്കണ്ട. ഒരു സെയിൽസ് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ലോകത്തിലുള്ള സകല കസ്റ്റമേഴ്സിൻ്റെ വാതിലൊന്നും നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിട്ടില്ല. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ എപ്പോഴും മുന്നോട്ട് കുതിക്കാൻ നമുക്ക് പ്രചോദനമാകണം.